ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മോർണിംഗിന് എൻ്റെ ചെറിയ ഗാർഡൻ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് അഡീനിയം ചെടികളുടെ ശേഖരമുണ്ട്. അതിൽ ഒരു അഡീനിയം ചെടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ശിഖരം വാടിയതുപോലെ കിടക്കുന്നു. നല്ല അടുക്ക് ഇതളുകളുള്ള പൂക്കളാണ് ഇതിൽ പൂത്തിട്ടുള്ളത്. നല്ല ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ചെടിച്ചട്ടിയോടുള്ള ഭാഗം പരിശോധിച്ചപ്പോൾ അതിൻ്റെ തണ്ടുകൾക്കും കേട് വന്നിട്ടുള്ളതായി കാണുന്നു. കുറച്ച് മണ്ണുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് കാണുന്നു. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നടാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സാധാരണ അഡീനിയം ചെടികൾക്ക് വലിയ പരിചരണമൊന്നും വേണ്ട. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് മാറ്റി നടുന്നതിന് വേണ്ടി ഇതിൻ്റെ വേരുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് പതിയെ വേരുകൾ നഷ്ടപ്പെടാതെ ഇതേപോലെ നമുക്ക് മറ്റു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഇതിൻ്റെ പഴയ മണ്ണൊക്കെ ഒന്ന് കഴുകിക്കളയാം. ഇതുപോലെ വേരുകൾ നഷ്ടപ്പെടാതെ പതിയെ കഴുകിയെടുക്കാം. ഇപ്പോൾ വേരുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റാം. ഇത്തരത്തിലുള്ള പരന്ന വിസ്തൃതിയുള്ള ചട്ടികളിലാണ് സാധാരണ അഡീനിയം നടുന്നത്. ഡ്രെയിനേജിനായിട്ട് കുറച്ച് ഗ്രാവൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് പരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ചെടിയെടുത്ത് നടുന്നു. വീണ്ടും കുറച്ച് ഗാർഡൻ സോയിലിട്ട് ഫില്ല് ചെയ്ത് ചെടി നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.